ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 2024 അധ്യയന വർഷം ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട DLED ലാംഗ്വേജ് ഹിന്ദി റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹിന്ദി ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റുകൾ വന്നിരിക്കുകയാണ്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, 2024-26 വർഷം ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഹിന്ദി കോഴ്സ് പൊതുക്കോട്ട ആൻഡ് സ്വാശ്രയം കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് അർഹരായവരുടെ പേര് വിവരവും സ്ഥാപനങ്ങളുടെ പേരും ഉൾപ്പെടെ വിശദമായ ലിസ്റ്റുകൾ ഇവിടെ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന്റെയും സാമുദായിക സംവരണ തത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അഡ്മിഷന് അർഹരായവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റുകളുടെ അസൽ അതാത് സ്ഥാപനങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള യോഗ്യതകൾ ഇല്ല എങ്കിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതും പ്രവേശനം നിരസിക്കുന്നതുമാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഈ പറയുന്ന തീയതിക്കകം ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, TC മുതലായ രേഖകളുമായി നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ശ്രദ്ധിക്കുക, അപേക്ഷകർക്ക് പ്രത്യേകമായി മെമ്മോ അല്ലെങ്കിൽ കത്ത് അയക്കുന്നതല്ല. കോഴ്സിന്റെ കാലാവധി 2 വർഷമാണ്. ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഹിന്ദി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 2024 ഒക്ടോബർ 10 ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ്. ക്ലാസുകൾ ഒക്ടോബർ 16 തന്നെ ആരംഭിക്കുന്നതാണ് എന്നും കൂട്ടിച്ചേർക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, DLED അഡ്മിഷൻ ലാംഗ്വേജ് DLED ഹിന്ദി പൊതുക്കോട്ട ആൻഡ് സ്വാശ്രയം, അതായത് ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു. എല്ലാ രേഖകളുമായി നിശ്ചിത തീയതിക്കകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ് എന്നും ഇതിനാൽ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം ബ്ലോഗ് ലിങ്കുകൾ കമന്റ് ബോക്സിൽ ചേർക്കുന്നു, അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.